വിശദമായ വാർത്തകളിലേക്ക്. കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്തിയ ചരിത്രം ഇത്തവണയും ആവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSും SDPIയുമായി UDF സഖ്യ നീക്കം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പിൽ UDF കച്ചവടം ഉറപ്പിക്കാൻ പോകുന്നുവെന്നും ഒരു കച്ചവടത്തിലൂടെയും UDF രക്ഷപ്പെടില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ പലതരത്തിലുള്ള സഖ്യ നീക്കങ്ങൾ പരസ്യമായല്ല. UDFന്റെ ഗതികേട് നോക്കണം. RSSുമായി സഖ്യ നീക്കം, SDPIയായി സഖ്യ നീക്കം. അപ്പൊ ഞങ്ങൾ മതനിരപേക്ഷമല്ലേ എന്ന് വേണമെങ്കിൽ അപ്പോൾ അവകാശപ്പെടാം. കാരണം RSSനോടും SDPIയോടും പ്രത്യേക വിരോധം കാണിക്കുന്നില്ല. രണ്ടു കൂട്ടരോടും തുല്യമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലയെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണോ മതനിരപേക്ഷത? മതനിരപേക്ഷത വർഗീയതയെ വിട്ടുവീഴ്ച കൂടാതെ എതിർക്കലാണ്. 4 വോട്ടിന് വേണ്ടി അവരിങ്ങ് പോരട്ടെ എന്ന് വിചാരിക്കലല്ല. ഇതാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസും ലീഗും UDFും സ്വീകരിക്കുന്നത്. ഇത് നാടിനിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്നിപ്പോൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഇത് നാം ഗൗരവമായി കാണുന്നു. കച്ചവടം ഉറപ്പിക്കാൻ പോകുന്നു. ഒരു കച്ചവടത്തിലൂടെയും നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് മതനിരപേക്ഷ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും ദൃഢമായ വ്രതമെടുക്കണം. അത്തരമൊരു തീരുമാനത്തോടെ മുന്നോട്ട് പോകണം. അതായിരുന്നു നേരത്തെ ഉണ്ടായ കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്താൻ ഇടയാക്കിയത്. അതേ നിലപാട് നമുക്കാകെ സ്വീകരിക്കാനാവണം. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് മൂർച്ഛിക്കുന്നു. തങ്ങളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ഐ ഗ്രൂപ്പിന്റെ രഹസ്യ യോഗം കോഴിക്കോട് ചേർന്നു. ചെന്നിത്തലയ്ക്ക് നട്ടലില്ലെന്ന് മുൻ DCC പ്രസിഡന്റ് പറഞ്ഞു. വയനാട് സീറ്റിന് പകരം DCC പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നും ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് വൻ അവഗണനയാണെന്നാണ് ഐ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ വയനാട് മണ്ഡലം ഐ ഗ്രൂപ്പിന് നഷ്ടമായി. ഉമ്മൻചാണ്ടിയുടെ ശക്തമായ ഇടപെടലിലൂടെയാണ് മണ്ഡലം T സിദ്ദിഖിന് ലഭിച്ചത്. ഐ ഗ്രൂപ്പിന്റെ ശക്തി നഷ്ടപ്പെട്ടെന്നാണ് ഇവർ പറയുന്നത്. ചെന്നിത്തലയ്ക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നും ഉമ്മൻചാണ്ടിയാണ് നേട്ടങ്ങൾ സ്കോർ ചെയ്തത് എന്നും മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് വീരാൻകുട്ടി പറഞ്ഞു. വയനാട് സീറ്റ് നഷ്ടമായതിനു പകരം DCC പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആവശ്യം. ഇല്ല, ചെന്നിത്തലയ്ക്ക് നട്ടല് കാണിച്ചതാണ് പറയുന്നത്. ആർജവം കാണിക്കണ്ടേ? തൽക്കാലം ഞങ്ങളോട് ഡിമാൻഡ് വെക്കുന്നതാണ്. ഞാനോ? അതൊരു ഡിമാൻഡാണ്. അതിപ്പോൾ തരാവുന്നതല്ലേ ഉള്ളൂ. KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. രാവിലെ ആരംഭിച്ച രഹസ്യയോഗം ഉച്ചവരെ നീണ്ടു. DCC പ്രസിഡന്റ് സ്ഥാനം PM നിയാസിന് നൽകണമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആവശ്യം. DCC പ്രസിഡന്റ് സ്ഥാനം നൽകിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. അദ്വാനി ഒഴിവാക്കി BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. അദ്വാനിയുടെ ഗാന്ധിനഗറിൽ അമിത്ഷാ, മോദി വാരണാസിയിൽ മത്സരിക്കും. കേരളത്തിൽ പത്തനംതിട്ട സീറ്റിനെ ചൊല്ലി തർക്കം തുടരുകയാണ്. പട്ടികയിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ടോം വടക്കനും സീറ്റില്ല. ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിലേക്ക് മാറ്റി. ഇടത് ആരോപണം ശരിവെച്ച പട്ടികയിൽ ദുർബല സ്ഥാനാർത്ഥികൾ. പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം BJPയിലുണ്ടാക്കിയ പ്രതിസന്ധി വ്യക്തമാക്കുന്നതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സീറ്റിനായി K സുരേന്ദ്രൻ PS ശ്രീധരൻപിള്ള തർക്കം തുടരുന്നതിനാലാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് നീട്ടിയത്. ബാക്കിയുള്ള 13 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സെക്രട്ടറി JP നദ്ദ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മത്സരിക്കും. പാലക്കാട് സീറ്റ് ആവശ്യപ്പെട്ട ശോഭാ സുരേന്ദ്രന് ആറ്റിങ്ങൽ നൽകി. കാസർഗോഡ് രവീശ തന്ത്രി കുണ്ടാറും പാലക്കാട് BJP സംസ്ഥാന സെക്രട്ടറി C കൃഷ്ണകുമാറും മത്സരിക്കും. മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ: കണ്ണൂർ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ, വടകര BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ, കോഴിക്കോട് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, മലപ്പുറം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പൊന്നാനി മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ പ്രൊഫസർ VT രമ, ചാലക്കുടി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ, എറണാകുളം കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, ആലപ്പുഴ കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ, കൊല്ലം KV സാബു എന്നിവർ മത്സരിക്കും. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ ടോം വടക്കന് സീറ്റ് നൽകിയില്ല.
കൊല്ലത്തോ ചാലക്കുടിയിലോ പരിഗണിക്കുമെന്നായിരുന്നു സൂചനകൾ. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയുണ്ടാകുമെന്ന് സൂചനകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് ശ്രീധരൻപിള്ള. പാർട്ടി പാർലമെന്ററി ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ശ്രീധരൻപിള്ള കൊച്ചിയിൽ പറഞ്ഞു. അതേസമയം കേരളത്തിന്റെ സാമൂഹിക സാമുദായിക പശ്ചാത്തലങ്ങളെ കണക്കിലെടുത്ത സ്ഥാനാർത്ഥി പട്ടിക സ്വാഗതാർഹമാണെന്നും രണ്ട് മുന്നണികളെയും ജയിച്ചു കയറാൻ കഴിയുന്ന മുന്നണിയായി NDA മാറുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സീനിയർ മിനിസ്റ്റേഴ്സും സീനിയർ നേതാക്കന്മാരും ഒക്കെ ഉൾപ്പെടുന്ന പാർലമെന്ററി ബോർഡാണ് തീരുമാനമെടുക്കേണ്ടത്. പാർലമെന്ററി ബോർഡ് ആദ്യം ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിരുന്നു. അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരെ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ തന്നിരുന്നു. അതനുസരിച്ചിട്ട് അവരും കൂടെ ചേർത്ത് വീണ്ടും ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ അവിടുന്ന് പോകുന്നതാണ്. ഡിസ്കഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം അവർ അൾട്ടിമേറ്റായിട്ട് എന്താണെന്നുള്ളത് ഇപ്പം അവർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.